ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ നടനും എം.എൽ.എയുമായ മുകേഷിനെ CPM വീണ്ടും അവസരം കൊടുത്തേക്കില്ല എന്നാണ് അറിയുന്നത്. 2016-ലും 2021-ലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച മുകേഷിന് പകരം ഇത്തവണ ചിന്ത ജെറോമിനെയോ അല്ലെങ്കിൽ എസ് ജയമോഹനെയോ പരിഗണിച്ചേക്കും എന്നാണ് വിവരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു. കൂടാതെ ഇപ്പോൾ നടന്ന തദ്ദേശ ഇലക്ഷനിൽ കൊല്ലം ജില്ലയിൽ CPM-ന് അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഉണ്ടായത്. ഈ സാഹചര്യത്തിൽ മുകേഷിനെ 2 ടേം വ്യവസ്ഥ ബാധകമാക്കാനാണ് സാധ്യത. പൊതു സ്വീകാര്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് CPM കൊല്ലത്ത് പരിഗണിക്കുന്നത്. 2016-ൽ മുകേഷ് 17,611 വോട്ടിന്റെ മികച്ച ഭൂരിപക്ഷത്തിലാണ് കൊല്ലത്ത് നിന്നും ജയിച്ചത്. അന്ന് കോൺഗ്രസിന്റെ സൂരജ് രവിയെയാണ് മുകേഷ് പരാജയപ്പെടുത്തിയത്. പിന്നീട് 2021-ലും മുകേഷ് ജയിച്ചെങ്കിലും ഭൂരിപക്ഷം 2000-ആയി കുറഞ്ഞിരുന്നു. കോൺഗ്രസിന്റെ ബിന്ദു കൃഷ്ണയായിരുന്നു അത്തവണ മുകേഷ് പരാജയപ്പെടുത്തിയത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് 1.5 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മുകേഷ് NK പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടത്. മുകേഷിനെതിരായ ലൈംഗിക അതിക്രമ കേസും പകരം സ്ഥാനാർത്ഥിയെ തേടുന്നതിൽ CPM പരിഗണിച്ചിരിക്കുന്നു എന്നാണ് വിവരം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ വേരുകളുള്ള ഒരു മണ്ഡലമാണ് കൊല്ലം. അതിനാൽ തന്നെ CPM നേതൃത്വത്തിൽ ഉള്ളവരെ തന്നെയായിരിക്കും പരിഗണിക്കുക. CPM ജില്ലാ ആക്ടിംഗ് സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ എസ് ജയമോഹനാണ് ഇവിടെ സാധ്യത കൂടുതൽ. തൊഴിലാളി നേതാവെന്ന നിലയിൽ ജനങ്ങൾക്കിടയിലുള്ള ബന്ധം ജയമോഹന് സ്ഥാനാർത്ഥിത്വം നൽകാൻ CPM പരിഗണിച്ചേക്കും. അല്ലെങ്കിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപനായിരിക്കും അവിടെ സ്ഥാനാർത്ഥി. ഭരണനിർവഹണ രംഗത്തെ പരിചയമാണ് PK ഗോപന് മുൻതൂക്കം നൽകുന്നത്. അതേസമയം മണ്ഡലത്തിലേക്ക് ഇത്തവണ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാൻ CPM തീരുമാനിച്ചാൽ മിക്കവാറും ആ നറുക്ക് വീഴുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്ത ജെറോമിനായിരിക്കും. കൊല്ലം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 4 തവണയായി LDF തന്നെയാണ് ജയിക്കുന്നത്. 2001-ൽ RSPയുടെ ബാബു ദിവാകരനാണ് ഈ മണ്ഡലത്തിൽ ജയിച്ച അവസാന UDF സ്ഥാനാർത്ഥി. 2006-ലും 2011-ലും CPM-ന്റെ PK ഗുരുദാസനായിരുന്നു കൊല്ലത്ത് നിന്ന് ജയിച്ചത്. 2006-ൽ BS സർക്കാരിൽ ഗുരുദാസൻ മന്ത്രിയാവുകയും ചെയ്തു. അതേസമയം 2021-ൽ കൊല്ലം ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ 9 LDF ആയിരുന്നു വിജയിച്ചിരുന്നത്. 2011-ൽ 11 സീറ്റും LDF-ന്റെ കൂടെയായിരുന്നു. ഒരു കാലത്ത് RSPയുടെ കോട്ടയായിരുന്നു കൊല്ലം. അന്ന് RSP LDF-നൊപ്പമായിരുന്നു. 1996-ൽ കൊല്ലത്ത് 4 സീറ്റുകൾ RSP നേടിയിരുന്നു. എന്നാൽ LDF വിട്ടതോടെ കൊല്ലത്ത് RSPയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. മാത്രമല്ല CPM ഈ വോട്ടുകൾ സ്വാംശീകരിക്കുകയും ചെയ്തു. എന്നാൽ തദ്ദേശ ഇലക്ഷനിൽ CPM കനത്ത തോൽവിയാണ് കൊല്ലത്ത് ഇത്തവണ നേരിട്ടത്. എല്ലാ സാഹചര്യങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ മുകേഷിന് ഇനിയൊരു അവസരം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതേണ്ടി വരും. ചിന്താ ജെറോമിനും തുലോം സാധ്യത കുറവ് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ ചിന്തക്ക് സ്വീകാര്യത ഉണ്ടെങ്കിലും പൊതുവെ സോഷ്യൽ മീഡിയയിൽ ചിന്താ ജെറോമിനെതിരെ നിരവധി പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെയാണ് വരുന്നത്. ഇടത് പ്രൊഫൈലുകൾ പോലും അവരുടെ സപ്പോർട്ടിനായി എത്താറില്ല എന്നതാണ് സത്യം. കൊല്ലത്തിൻ്റെ പൾസ് അറിയുന്ന മികച്ച സ്ഥാനാർത്ഥികളെ അണിനിരത്തി തദ്ദേശ ഇലക്ഷനുണ്ടായ ക്ഷീണം മറികടക്കാൻ തന്നെയാകും ഇത്തവണ പാർട്ടി ശ്രമിക്കുന്നത്.